എല്ലാവർക്കും ഫുഡ് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെയൊക്കെ വീട്ടിൽ പഴയതാകുമ്പോൾ കളയുന്ന ഈ ഒരു ഗ്യാസ് ലൈറ്ററിൻ്റെ റീയൂസ് ഐഡിയ ആയിട്ടാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ കൂടിയാണ് കേട്ടോ ഇത്. പിന്നെ പേരുകൾ പറയാനായിട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങനെ ഓർമ്മയില്ല, അതുകൊണ്ടാണ് കേട്ടോ പേരെടുത്ത് പറയാത്തത്. എന്തായാലും നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ചിലർക്ക് ചില സാധനങ്ങളൊന്നും അങ്ങനെ വേസ്റ്റാക്കി വെറുതെ കളയാൻ ഇഷ്ടമില്ല, അതുകൊണ്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് പറ്റുന്ന പോലെ ഞാനൊരു ക്രാഫ്റ്റ് ഇന്ന് ഇത് വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇത് വെച്ചിട്ട് മാത്രമേ ഇതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ എന്നാരും ചോദിക്കേണ്ട, അങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് കളയുന്നതിന് പകരം നമുക്ക് ഇത് വെച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്ത് നോക്കാം എന്നാ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണാം. അപ്പോൾ ഞാനൊരു പഴയ ഗ്യാസ് ലൈറ്ററും പിന്നെ ഒരു ജെംസിൻ്റെ ഒപ്പം കിട്ടുന്ന ഒരു ബോളും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഐസ്ക്രീമിൻ്റെ ഒക്കെ ഒപ്പം കിട്ടുന്ന ആ ഒരു ബോളില്ലേ, ആ ഐസ്ക്രീം ബോൾ ഉണ്ടെങ്കിൽ അത് എടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ന്യൂസ് പേപ്പർ ചുരുട്ടിയിട്ട് ഒരു ബോൾ പോലെ ആക്കി എടുത്താലും മതി കേട്ടോ. അത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൽ കാണിക്കുന്നില്ല. ഇനി നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗം വെച്ചിട്ട് ഈ ഒരു ബോൾ ഈ ഒരു ലൈറ്ററിൽ ഒട്ടിക്കണം. ഇനി ഞാൻ ഇതിൻ്റെ ബാക്കിലുള്ള ഈ ഒരു സംഭവം ഊരിയെടുത്തു കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു ഫ്രണ്ടിൽ ഇത് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇത് കുറച്ച് വലിപ്പം കൂടുതലുള്ളതുകൊണ്ട് ഞാൻ ബ്ലേഡ് വെച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കറക്റ്റ് ഫിറ്റാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ചെത്തി കളഞ്ഞപ്പോൾ ആ ഒരു റൗണ്ട് കറക്റ്റ് ഇതിൽ ഫിറ്റായിട്ടോ. ഇനി നമുക്കൊരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗം വെച്ചിട്ട് ഈ ഒരു ബോൾ ഇതിലൊട്ടിക്കണം. അപ്പോൾ ഈ പ്ലാസ്റ്റിക് വെച്ച് കഴിയുമ്പോൾ കറക്റ്റായിട്ട് ഒട്ടാൻ നല്ലതാണ്. അപ്പോൾ ഗ്ലൂ ഗൺ കൊണ്ട് ആക്കുകയാണെങ്കിൽ കൂടുതൽ എളുപ്പമാണ്. ഞാനിപ്പോൾ ഈ ഒരു ഗം വെച്ചിട്ടാട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഒട്ടിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം കേട്ടോ, എടുക്കണ്ട, ഇപ്പോൾ നന്നായിട്ട് ഒട്ടട്ടെ. ഇനി ഞാൻ കുറച്ച് ഫെവിക്കോൾ ഈ ബോളിൽ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലത്തെ തെർമോക്കോൾ ബോൾസ് നമുക്ക് ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്ന ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് എൻ്റെ കയ്യിലുള്ളതാണ് ഞാനിതിൽ സ്റ്റിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫെവിക്കോൾ ആദ്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബോളുകൾ, ഈ ഒരു തെർമോക്കോൾ ബോളുകൾ കറക്റ്റ് നമ്മുടെ ഈ ഒരു ബോളിൽ ഒട്ടിയിരുന്നോളും. കണ്ടോ? അപ്പോൾ നമുക്ക് തെർമോക്കോൾ ബോളില്ലെങ്കിൽ ഇതിന് പകരം മുട്ടത്തൊണ്ടൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പൊടിച്ചിട്ട് കളർ ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താലും ഭംഗിയുണ്ടാവും കേട്ടോ. നല്ല തിക്കായിട്ട് ഒട്ടിക്കണേ, അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് നമുക്കിത് ഒട്ടിക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ മുമ്പൊരു ഐഡിയ ചെയ്തിട്ടുണ്ടായിരുന്നു, സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റും, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ തെർമോക്കോൾ ബോൾസ് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാനത് ചെയ്യുകയാണേ. അപ്പോൾ ഈ ഒരു ബോൾസിന് അത്ര പൈസയൊന്നുമില്ല, വളരെ ചെറിയൊരു വിലയുള്ളൂ കേട്ടോ ഈ തെർമോക്കോൾ ബോൾസിന്. അപ്പോൾ നിങ്ങളത് വാങ്ങിച്ചിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ അതേ കറക്റ്റായിട്ട് ഒട്ടിയിരിക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതുപോലെ 2 ലീഫുകൾ സാധാരണ വൈറ്റ് പേപ്പർ കുറച്ച് കട്ടിയുണ്ട് കേട്ടോ, അതിൽ കട്ട് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ ഇതുപോലെ 2 ലീഫ് വരച്ചിട്ട് കട്ട് ചെയ്ത് എടുക്കുക. A4 ഷീറ്റ് ആയാലും മതി, നമുക്ക് പെയിൻ്റൊക്കെ ചെയ്യുമ്പോൾ ഇത്തിരി തിക്കായിട്ട് വരും അത്. എന്നിട്ട് ഇതുപോലത്തെ ഒരു ഗ്രീൻ കളറും പിന്നെ ഒരു യെല്ലോ കളറും കൂടിയിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഗ്രീനിൻ്റെ മുകളിൽ കൂടെ ഞാനിങ്ങനെ ചെറുതായിട്ടൊരു യെല്ലോ ഷെയ്ഡും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഒരു ഒറിജിനാലിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതുപോലത്തെ ഏതെങ്കിലും ഒരു കണ്ടെയ്നർ എടുക്കുക. ഇതിപ്പോൾ വെള്ള കളറുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ സ്റ്റിക്കർ മാറ്റിയാൽ പ്യുവർ വൈറ്റ് ആണ്. അപ്പോൾ ഇതുപോലെ പ്യുവർ വൈറ്റുള്ള ഏതെങ്കിലും ഒരു കണ്ടെയ്നർ എടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഏകദേശമൊക്കെ ഒന്ന് ലെവലാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ആ ഒരു തെർമോക്കോൾ ബോൾസ് ഒട്ടിച്ചത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ഉണങ്ങിയിട്ട് എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇതിങ്ങനെ വിട്ടുപോരും കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളർ വെച്ച് പെയിൻറ്റ് ചെയ്യാം. ഞാൻ യെല്ലോ കളറാണ് എടുത്തിട്ടുള്ളത്, പിന്നെ താഴെ ഭാഗം ഗ്രീനും കളർ ചെയ്യുന്നുണ്ടേ. ഇനി നമ്മൾ ഫ്ലവറിൻ്റെ ഒക്കെ അടിയിലുണ്ടാവില്ലേ, അതുപോലെ ഇങ്ങനെ ചെറുതായിട്ടൊരു ഗ്രീൻ കളർ ഞാൻ അടിഭാഗത്ത് ഇങ്ങനെ ഒന്ന് കയറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അതും ഒരുമാതിരി ഉണങ്ങി. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. ഒരു ചെറിയ തെർമോക്കോളിൻ്റെ പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ആ കണ്ടെയ്നറിൻ്റെ അടിഭാഗത്തിന് ആ ഒരു വലിപ്പമൊക്കെ കറക്റ്റ് ആവുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് ബ്ലേഡ് വെച്ച് ചെറുതായിട്ടൊന്ന് സൈഡൊക്കെ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ സിസർ വെച്ചിട്ടോ എങ്ങനെയാലും മതി. എന്നിട്ട് സെൻറ്ററിൽ ചെറിയൊരു ഹോൾ ഇട്ടിട്ട് നമ്മുടെ ഈ ഒരു സംഭവം ഇതിലേക്ക് ഇറക്കി വെക്കണം. ഇനി നമുക്കിത് നന്നായിട്ട് ഇറക്കി വയ്ക്കാം. അപ്പോൾ ഞാൻ ഗ്ലൂ ഗണ്ണിൻ്റെ ഗമ്മ് കുറച്ചാക്കിയിട്ടുണ്ട് അടിയിൽ, അപ്പോൾ നന്നായിട്ട് ഇരിക്കുമല്ലോ. ഇനി ഇതിൻ്റെ ചുറ്റുമായിട്ട് നമുക്ക് തെർമോക്കോൾ പീസ് തന്നെ വേണമെങ്കിൽ വയ്ക്കാം, അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെയാലും വെച്ചൊന്ന് ടൈറ്റ് ചെയ്യാം കേട്ടോ, ഇത് വീഴാണ്ട്. ഇനി നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന സ്ക്രബ്ബറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് 5 രൂപയുടെ ഒരു ചെറുതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു പീസ് ഞാൻ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചകിരി പോലെ എന്തെങ്കിലുമൊക്കെ കളർ ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്ക്രബ്ബർ കുറേ ഉള്ളതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് എടുത്താണ്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു ഹോളും കൂടി ഇട്ട് കൊടുത്തു, പിന്നെ ഒരു കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ കറക്റ്റ് ഇങ്ങനെ അതിന് ചുറ്റും മുകളിൽ വെച്ച് കഴിഞ്ഞാൽ അറിയില്ല, നല്ല ഭംഗിയിലിരിക്കും.
നമ്മുടെ ആ ഒരു ലീഫ് 2 ഇതുപോലെ ഇങ്ങോട്ട് ഒട്ടിച്ചും കൂടെ കൊടുക്കുക. ഇത് കുറച്ച് കട്ടിയുള്ളൊരു പേപ്പർ ആയതുകൊണ്ട് ഇങ്ങനെ വളയ്ക്കുമ്പോൾ കറക്റ്റ് വളഞ്ഞ് നിൽക്കും കേട്ടോ. കണ്ടോ? അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ പരിപാടി? ഇതിൻ്റെ ആ ഒരു വേസിൻ്റെ അറ്റത്ത് ഞാൻ ഗ്ലിറ്റർ ഫോം ഷീറ്റിൻ്റെ ഒരു ചെറിയ സ്ട്രിപ്പ് കട്ട് ചെയ്തിട്ടും കൂടെ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ ഒരു കൊച്ചു ഐഡിയ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വേസ് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുകയെന്ന് എന്നോട് ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുത്താൽ പെട്ടെന്ന് അറിയില്ല കേട്ടോ, നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഈസി ആയിട്ടുള്ള ഈ ഒരു മെത്തേഡിൽ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതിനൊരു ലൈക്ക് തരണേ. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കല്ലേ. പിന്നെ പ്രാർത്ഥനാസ് വേൾഡിൽ ഞാൻ ഇന്ന് നല്ലൊരു കുക്കിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പോയി കണ്ടുനോക്കണേ, എന്നിട്ട് അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരാം 5:30. അപ്പോൾ ഇന്ന് ഇത്തിരി ലേറ്റായി പോയി കേട്ടോ, സോറി. അപ്പോൾ നാളെ വരാമേ. താങ്ക്